ഹലോ. നമ്മൾ സാധാരണയായിട്ട് പലപ്പോഴും ഡെയിലി ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചും മന്ത്ലി പ്ലാനർ എഴുതുന്നതിനെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വീക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് നമ്മുടെ വീക്സ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന് ഒരു 10 ടിപ്സോളം നമ്മളിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ഓരോ ആഴ്ചയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതിലൂടെ നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ മേജർ ടാസ്ക്സ് ഓഫ് ദ വീക്ക് എന്നുള്ളതാണ്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വീക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതൊന്ന് മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആവുമ്പോൾ ആ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ദിവസമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെ ദിവസമാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് ആ ദിവസം മറന്നു പോകാതിരിക്കാനും നമ്മളിത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഒരു വീട്ടിലെ ജോലി ആയിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വീക്ക്ലി ക്ലീനിങ്ങിൻ്റെ കാര്യമാവാം, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കേണ്ടത് ഈ ആഴ്ച എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ വീക്ക് കൊണ്ട് കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് ഏറ്റവും അവസാനത്തെ ദിവസം എല്ലാം കൂടി ചെയ്യേണ്ടി വരുന്ന, എല്ലാം കൂടി പഠിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ജോലിയാണോ ചെയ്യാനുള്ളത്, അത് പഠനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ സൈഡ് ഹസിൽസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികളായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും നമ്മൾ ഓരോ ആഴ്ചയും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ധൃതി പിടിക്കാതെ, അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ ധൃതി പിടിച്ച് ഒന്നിനും സമയമില്ലാണ്ട് കാര്യങ്ങളുടെ പുറകെ ഓടി നമ്മൾ ആകെപ്പാടെ ടയേർഡായിട്ട് മാറുന്നതിനേക്കാളും ചെയ്യാനുള്ള ജോലികൾ അതാത് ദിവസം കൃത്യമായിട്ട് നിശ്ചയിച്ച് ആ ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബിസി ആയിട്ടിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയും നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്ന, എസ്പെഷ്യലി ഒരു വീക്ക്ലി പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ വീക്കിലും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ആഴ്ച ചെയ്യാനുള്ള മേജർ ടാസ്ക് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, ഇത് പലപ്പോഴും എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഫെയിലിയേഴ്സ് സക്സസിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന തോന്നൽ നമുക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കില്ല. പകരം വീണ്ടും നമ്മൾ ഡള്ളായിട്ടിരിക്കാനും അൺമോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ അൺപ്രൊഡക്റ്റീവായിട്ട് ദിവസങ്ങൾ ചിലവഴിക്കാനും കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്ന ആ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്കറിയാം സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന്. എങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഫാമിലിയുടെ പ്രയോറിറ്റീസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പേഴ്സണലി എത്രത്തോളം സമയമാണോ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ചെയ്യാനുള്ള പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് എത്ര സമയമാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെപ്പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കുക. ആ ടൈം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന ടാസ്ക് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അത്തരത്തിൽ റിയലിസ്റ്റിക് ഗോൾസ് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ സെറ്റ് ചെയ്ത കാര്യങ്ങൾ എപ്പോൾ ചെയ്യണം എന്ന് പറയുന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ടൈം ബ്ലോക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. കൃത്യമായിട്ട് ഓരോ സ്പെസിഫിക് ടാസ്കിനും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് കറക്റ്റായിട്ട് ഇന്ന സമയത്ത് നമ്മളത് ചെയ്തു തീർക്കും എന്ന് പറയുന്നൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. വീക്ക്ലി പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും ആ വീക്കിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുന്നു. ആ ദിവസം ഏത് സമയത്ത് നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി ഒരു ഐഡിയ ഇട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത്രയധികം പ്ലാനിങ്ങിനെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പക്ഷേ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കണം എന്നില്ല. എന്നിരുന്നാലും പ്ലാൻ ചെയ്യാതെ നമ്മളൊരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നും ചെയ്യാണ്ട് അത് ഒട്ടും
പ്രൊഡക്റ്റീവ് അല്ലാണ്ട് പോയേക്കാം. അതിനേക്കാളൊക്കെ ബെറ്ററാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60% അച്ചീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. നമുക്ക് ചെയ്യാനുള്ള ജോലികളും അതോടൊപ്പം അതെപ്പോൾ ചെയ്യണമെന്നും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. സമയം കറക്റ്റായിട്ട് ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ ദിവസത്തെയും ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ അത് എഴുതി വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇന്ന സമയത്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കുക. ഇനി ഒരു 4ാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, ഒരുപാട് വലിയൊരു ടാസ്ക് ആണെങ്കിൽ അതിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം പറയാം. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. എനിക്കിതൊരു ജോബല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം എനിക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്കൊരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ ആയിരിക്കും ഇതിന് വേണ്ടി മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് മിക്കവാറും സാധിക്കാറില്ല. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഒരാഴ്ച അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരാഴ്ചത്തേക്കുള്ള ആ വീഡിയോ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് പ്ലാൻ ചെയ്യുന്നത് മുതൽ അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽസും ഡിസ്ക്രിപ്ഷനും ഒക്കെ എഴുതുന്നത് വരെയുള്ള പ്രോസസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനതിനെ സാധാരണയായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്നാണ് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യേണ്ടത്, എന്നാണത് റെക്കോർഡ് ചെയ്യേണ്ടത്, എന്നാണ് വീഡിയോ ക്ലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടത് എന്നാണ്. അങ്ങനെയുള്ളൊരു പ്ലാനിങ് എനിക്കുണ്ട്. ഇന്നത്തെ നമ്മുടെ ടു ഡു ലിസ്റ്റ് അനുസരിച്ച് ഈ അരമണിക്കൂർ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്ലി പ്ലാനർ അനുസരിച്ച് ഈ ദിവസം അരമണിക്കൂർ യൂട്യൂബിന് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പോലും ചില ദിവസങ്ങളിൽ എനിക്ക് സ്കിപ്പായി പോകാറുണ്ട്. അപ്പോഴാണ് പലപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിക്കാത്തത്. എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ലൈഫുമായി ബന്ധപ്പെട്ടതോ ആയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇഫക്റ്റീവായിട്ട് വീക്ക് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് യൂട്യൂബ് വീഡിയോസ് മിസ്സായി പോകാറുണ്ട്. ആ ദിവസം അല്ലെങ്കിൽ ആ കുറച്ച് ആഴ്ചകളിലേക്ക് ഒരു പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സൈഡ് ഹസലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ നിങ്ങൾക്കും ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. ഇനിയിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ചെയ്യുന്ന ആ കരിയറിനോടൊപ്പം വേറെ എന്തെങ്കിലും കാര്യം കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോബി പെർസ്യൂ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ബിഗ് ടാസ്ക് നമുക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കിനിടയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നിയേക്കാം. അപ്പോൾ ഈ ബിഗ് ടാസ്കിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ദിവസവും ചെയ്യാൻ പറ്റുന്ന അരമണിക്കൂറേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ 10 മിനിറ്റേ ഉള്ളെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഈവൻ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ പോലും ഓരോ ദിവസവും 10 മിനിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള എന്ത് ടാസ്ക്കായാലും ഡിവൈഡ് ചെയ്ത് ചെയ്യുക. ഇതാണ് ബ്രേക്ക് ടാസ്ക് ഇൻറ്റു സ്മോളർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് ഒരു പ്ലാനർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആപ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പ്ലാനർ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മിക്കവാറും നമ്മുടെ കയ്യിൽ ഒരു റെഡി ടു റൈറ്റ് പ്ലാനർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ DIY പ്ലാനേഴ്സൊക്കെ നമുക്ക് ചെയ്യാം. മന്ത്ലി പ്ലാനേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മളും ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ മന്ത്ലി പ്ലാനേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു സാധാരണ നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ വീക്കും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ വീക്കിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മേജർ ടാസ്ക്സ് ഏതാണ്, പിന്നെ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടാസ്ക്സ് ഏതാണ്, പിന്നെ അതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള പ്ലാനിങ്സൊക്കെ നിങ്ങൾക്ക് DIY ആയിട്ട് ചെറിയൊരു നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ റെഡി ടു റൈറ്റ് പ്ലാനർ വാങ്ങിക്കുക, അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്സാണ്. ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ആപ്സ് ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അതും എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫോണിൽ തന്നെയാണ് ഈ ആപ്പ് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള, ഫോണിലേക്ക് വേറെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഡിജിറ്റൽ പ്ലാനിങ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ആപ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യമാണ് ഷെഡ്യൂൾ ബ്രേക്സ് എന്നുള്ളത്. നമ്മളിങ്ങനെ ഒട്ടും
ഒട്ടും ഗ്യാപ്പില്ലാതെ ടൈം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർ വളരെയധികം ഓവർവെൽംഡായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് ബ്രേക്സ് കൂടി പ്ലാൻ ചെയ്യുക. ചെയ്യാനുള്ള വർക്ക് മാത്രമല്ല, ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട ബ്രേക്ക് കൊടുത്തുകൊണ്ട് ആ ബ്രേക്കിനുള്ള സമയം കൂടി പ്ലാൻ ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ വളരെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ബി ഫ്ലെക്സിബിൾ എന്നുള്ളത്. ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു എന്ന് കരുതി എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കണം എന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ലൈഫിൽ സംഭവിച്ചേക്കാം. അത്തരത്തിൽ നമ്മുടെ പ്ലാനിങ്സ് ചെറുതായിട്ട് മാറ്റേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിൽ മാറ്റേണ്ടി വരുമ്പോൾ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യുക. ഇപ്പോൾ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു ടാസ്ക് പ്ലാൻ ചെയ്തു, ആ ദിവസം ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യേയില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ ആ വീക്ക് അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ലതാണ് ആ ദിവസം ചെയ്യാൻ പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്കത് പ്ലാൻ ചെയ്യാം എന്ന രീതിയിൽ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ലൈഫിൽ എന്ത് കാര്യമായിരുന്നാലും ശരി, ഇതുപോലെ മാറ്റിവെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മാറ്റി പ്ലാൻ ചെയ്യാനും, അത്തരത്തിൽ നമ്മുടെ പ്ലാനിങ് മെത്തേഡിൽ ഫ്ലെക്സിബിലിറ്റിക്ക് കൂടി ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. ഓവറോൾ വീക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഉണ്ടാവുമ്പോൾ അത് ഏത് ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തൊരു കാര്യമാണ് റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് എന്നുള്ളത്. ഒരാഴ്ച നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തലയാഴ്ച പ്ലാൻ ചെയ്തതിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി ചില കാര്യങ്ങൾ ആ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത സമയത്ത് അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലുണ്ടായിരിക്കുക. എന്നിട്ട് അടുത്ത വീക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാത്ത ആ കാര്യത്തിന് കുറച്ച് കൂടുതൽ ടൈം അലോ ചെയ്യുക. അത്തരത്തിൽ റിവ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ വീക്ക്ലി പ്ലാനറിൽ വേണ്ട തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തുക. അപ്പോൾ കുറച്ചുകൂടി ആ പ്ലാനിങ് പ്രോസസ്സ് കുറച്ചുകൂടി എഫക്റ്റീവാക്കി മാറ്റാനും പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്തു തീർക്കാനും സാധിക്കും. അടുത്തൊരു കാര്യമാണ് ഡെലിഗേറ്റ് വെൻ പോസിബിൾ എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കാതെ ചില കാര്യങ്ങളെങ്കിലും മറ്റുള്ളവരെ ഏൽപ്പിച്ച് ശീലിക്കുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് കുറച്ചൊക്കെ മീ ടൈം കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ടാസ്കിനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് റിഫ്ലക്റ്റ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ വീക്ക് കഴിയുമ്പോഴും ആ വീക്കിലെ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, എന്നിട്ട് അത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. ആ വീക്ക് നിങ്ങൾ വിചാരിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഈവൻ ദോ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചീവ്മെൻറ്റിനെ നിങ്ങളെ കൺസിഡർ ചെയ്യുക. ആ പോസിറ്റീവ് തിങ്കിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ അതിനേക്കാളും ബെറ്ററായിട്ട് അടുത്ത വീക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വീക്കും കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അടുത്ത വീക്കിലേക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇഫക്റ്റീവായിട്ട് നമ്മുടെ വീക്സ് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.